ഇശൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ആ ഒരു മുളൻ്റെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കൽ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ കുഞ്ഞു മുളയൊക്കെ ഉണ്ടായിക്കണ് കേട്ടോ. നല്ലൊരു സ്ഥലം, എന്തോ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ പോലെ ഉണ്ട് കാണാൻ. നല്ല രസമുണ്ട്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാം, നല്ല രസമാണ്. എനിക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഞങ്ങൾ ഇതിൽ കൂടിയാണ് ബസ്സൊക്കെ കയറാൻ വേണ്ടി പോവുക. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ ഈ ഒരു തോടിൻ്റെ അവിടെ കൂടി പോവും. ഈ സ്ഥലം നല്ല രസമല്ലേ, ഒരു പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞിട്ട് നല്ല ഇഷ്ടമാണ്. അവിടെ കൂടെയാണ് ഞങ്ങൾ, അവിടെ ചെറിയൊരു ടൗണാണ്, അവിടെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കേട്ടോ. പിന്നെ അവിടെ ഒരു കുഞ്ഞു കുളമുണ്ട്, കുട്ടികളൊക്കെ ചിലപ്പോൾ മീൻ പിടിക്കാനൊക്കെ വരലുണ്ട് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ ബാക്കാണ്, ചെറിയ കുളമാണ്. അവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ചെറിയ കുളമായിട്ടാണെന്നറിയില്ല, നല്ല പച്ചപ്പ് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുകയാണ്, എന്നും കളിക്കും. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു വൈകുന്നേരമാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇറങ്ങലാട്ടൊന്ന് എന്തായാലും ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കും. ഈ തോടില്ലേ മഴക്കാലത്തൊക്കെ നല്ല നിറഞ്ഞ് കിടക്കും കേട്ടോ. ഇപ്പം ഇല്ലേ നല്ല വെയിലല്ല, അതുകൊണ്ട് ഇപ്പം വറ്റി കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇനി വേറെ സൈഡ് കണ്ടോ, നമ്മുടെ വീടിൻ്റെ കണ്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ, നല്ല കാറ്റുണ്ടാവും ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടി നല്ല രസമല്ലേ, വലിയതായിട്ട് കണ്ടോ. ഇല്ല കുറേ ഉണ്ട് ഇവിടെ അങ്ങനെ ഉണ്ടായിക്കണേ. ഉണ്ടോ, കുറച്ചൊക്കെ വലിപ്പമുണ്ട്, ഇതിനെക്കാട്ടി വലിപ്പമുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളെ വീടിൻ്റെ വേറെ സ്ഥലം. ഇത് കണ്ടൊരു വാഴക്കൂട്ടാണ് മക്കളെ. ഞങ്ങളുണ്ടാക്കിയ ചെറിയൊരു കൃഷിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളെ മുളകാണ്. മുളക് എല്ലാവരുടെ വീട്ടിലുണ്ടാവും, ഞങ്ങളെ വീട്ടിലുണ്ട്. അങ്ങനെ ഇവിടെ മുളകുണ്ട്. പിന്നെ കറ്റാർവാഴയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും, അതുണ്ട്. പിന്നെ ഞങ്ങളെ വഴുതനങ്ങ കണ്ട കുഞ്ഞതായിട്ട് ഉണ്ടായിക്കണ്, ഉണ്ടായി ചെറുതാണ്. അതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ ഒന്ന് അവിടെ വീണ് കിടക്കുന്നുണ്ട്, സങ്കടമായിപ്പോയി. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ എന്താ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ ഇതിന്മേൽ 2-3 ഉണ്ടായിക്കണേ. അപ്പം ഞങ്ങൾ ഈ വഴുതനങ്ങ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഇവിടെ കയറ് കെട്ടിയിരിക്കണം. എൻ്റെ അമ്മ ചിലപ്പോൾ ഒക്കെ തോരടയിൽ ഇവിടെയാണ്. അപ്പം നമുക്ക് ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ കയറി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. നല്ല പച്ചപ്പായിട്ട് എന്തൊരു നല്ലൊരു ഭംഗിയാണ്. ഒരു ഉച്ച സമയത്തൊക്കെ കാണാൻ അങ്ങോട്ട് തിളങ്ങുകയാണ് ഒരു പുല്ല്, നല്ലൊരു പച്ചപ്പ്. അത് നല്ലൊരു കളർ ചെയ്ത പോലെ പച്ചപ്പ് ഇവിടെ നിൽക്കും. നല്ല രസമാണ് അവിടെ ഇങ്ങനെ കാണാൻ. എപ്പോഴും ഇവിടെ വന്നാൽ എനിക്ക് പുറത്തിറങ്ങിയ അങ്ങനെ കുറേ പണികളാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ വെറുതെ അങ്ങനെ നെല്ലും കൊലയ്ക്കുന്ന, എനിക്ക് വേറെ പണിയൊന്നുമില്ലേന്ന്. അങ്ങനെ ഇവിടെയുണ്ട് ഒരു വാഴ. ഇതാ ഞങ്ങളെ വീടിൻ്റെ ചുറ്റും വാഴകൾ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. നല്ല കുറച്ചൊക്കെ ചെടികളുണ്ട്, ഒരു 5-6 ഉണ്ട് ഇവിടെ. അപ്പം പിന്നെ ഞങ്ങളൊരു ചെടിമ പൂവിട്ടിങ്ങനെ കണ്ട, എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറ് കണ്ട, എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറാണ് ഗൈസ് മക്കളെ, എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളർ ഇട്ടാ. ഓക്കെ ബൈ.